4 സോറി ജോയിന്റ് കെഒയിലെ മൊമെന്റ് കാണാനായിട്ട് മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതുക. മൊമെന്റ് ഈക്വൽ ടു ഷിയർ ഇൻറ്റു ലെങ്ത് ഓഫ് ദ ബീം ബൈ 2. സോ ഇവിടുത്തെ കെഒയിലെ ഷിയറിന്റെ വാല്യൂ എനിക്ക് കിട്ടിയത് 12 ആയിരുന്നു. 12 ഇൻറ്റു ലെങ്ത് ഓഫ് ദ ബീം 4 ഡിവൈഡഡ് ബൈ 2. സോ അവിടുത്തെ ബീമിന്റെ മൊമെന്റിന്റെ വാല്യൂ 24 അല്ലേ വരുമോ? നിങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നോ ഇതൊക്കെ? മിസ് അത് വെറും 24 വരുമോ? 24 അല്ലേ വരുക. അപ്പൊ എന്താ എന്നെ തിരുത്താതിരുന്നെ? പോയിന്റിന്റെ കുറെ മാറ്റമുണ്ട് മിസ്സിന്റെ. കുറെ വാല്യൂ വ്യത്യാസമുണ്ട് മിസ്സും നമുക്ക് കിട്ടിയ വാല്യൂ. എന്നാ പറയൂ ഏതൊക്കെയാ? CG എനിക്ക് കിട്ടിയത് 64.92. 9.2 എല്ലാവർക്കും? വേറെ ആർക്കെങ്കിലും? അതിനെ കിട്ടുന്നു 9.2 ആണോ? 64.92. അപ്പൊ നിങ്ങൾ പറയണ്ടേ, ഇല്ലെങ്കിൽ ഇത് തന്നെ എല്ലാവരും എഴുതിയെടുക്കുക. അല്ല, കുറെ മാറ്റമുണ്ട്. അങ്ങനെ ഇതിന് മുമ്പിലെത്തതും കുറച്ച് മാറ്റമുണ്ട്. അതൊക്കെ അപ്പൊ പറയണ്ടേ? അല്ല, ചെറിയ പോയിന്റിന്റെ വ്യത്യാസം പറയാൻ. സാറില്ല, എന്നാലും വലിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ നാളെ മുതൽ കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ഇതൊക്കെ കറക്റ്റ് ആണോ? ഈ വാല്യൂസ് എല്ലാവർക്കും കിട്ടിയത്? അല്ല, ഏതിലാ വ്യത്യാസമുള്ള? ജികെയില് കിട്ടിയത് 70.65. ഓക്കെ, ഇനിയോ? പിന്നെ BIയില് കിട്ടിയത് 129.8. ഇതൊക്കെ അപ്പപ്പോ പറഞ്ഞു പോണോട്ടോ. FJയില് കിട്ടിയത് 141.27. 141.27. പിന്നെ ജെയിന് കിട്ടിയത് 48.04. ഓക്കെ, സോ അപ്പൊ ഈ വാല്യൂസ് അതാ ഞാൻ നിങ്ങളോട് ചെയ്തിട്ട് വരാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, ഇത് എഴുതിയെടുത്തോളൂ. ചെയ്യാത്തവരും ചെയ്തിട്ട് കിട്ടാത്തവരും ഈ വാല്യൂസ് എഴുതിയെടുക്കുക, ചെയ്ത് നോക്കുക. ഓക്കെ, സോ ബീം മൊമെന്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പോർട്ടൽ മെത്തേഡിൽ ചെയ്ത അതേ മെത്തേഡിൽ ഇനി നമുക്ക് ബീം മൊമെന്റ് യൂസ് ചെയ്തിട്ട് കോളം മൊമെന്റ് കണ്ടുപിടിക്കാം. സോ കോളം മൊമെന്റ് കോളം മൊമെന്റ് കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജോയിന്റ് കൺസിഡർ ചെയ്യും. സിഗ്മ എം ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കൊടുത്തിട്ട് ഈ ഒരു ജോയിന്റ് കൺസിഡർ ചെയ്യാണ് ഞാൻ. ഫസ്റ്റ് ജോയിന്റ് ഡി കൺസിഡർ ചെയ്യാണ്. ജോയിന്റ് ഡിയിൽ 2 മെമ്പർ ഉണ്ട്, DHും DC. നമുക്ക് കിട്ടേണ്ടത് DCയിലെ മൊമെന്റിന്റെ വാല്യൂ. സോ ഓൾറെഡി ഇവിടുത്തത് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, 16.24. എനിക്ക് കിട്ടേണ്ടത് DCയിലെ മൊമെന്റ് ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് അസ്യൂം ചെയ്യാം, MDC. സോ സിഗ്മ എം ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കൊടുത്താൽ ഇതൊരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലേ. സോ -16.24 MDC ഞാൻ പോസിറ്റീവായിട്ട് അസ്യൂം ചെയ്തു, പ്ലസ് MDC ഈക്വൽ ടു 0. MDCയുടെ വാല്യൂ എനിക്ക് കിട്ടും 16.24 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ എനിക്ക് കിട്ടിയ വാല്യൂ സെയിം ഡയറക്ഷനിലാണ്, പോസിറ്റീവ് വാല്യൂ അല്ലേ. സോ കോളം മൊമെന്റ് MDC ഇസ് എ ക്ലോക്ക് വൈസ് മൊമെന്റ് ആൻഡ് അതിന്റെ വാല്യൂ ഞാൻ എടുത്തെഴുതാം, 16.24. ഓക്കെ, സിമിലർലി HGയിലെ മൊമെന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പറയൂ പെട്ടെന്ന്. HGയിലെ മൊമെന്റിന്റെ വാല്യൂ
എച്ച് ജിയിലെ മൊമെന്റ് കാണാനായിട്ട് ജോയിന്റ് എച്ച് കൺസിഡർ ചെയ്യാം. ജോയിന്റ് എച്ചില് 3 മെമ്പേഴ്സ് ഉണ്ട്, ഡി എച്ച്, എച്ച് എൽ ആൻഡ് എച്ച് ജി. ഡി എച്ചില് ഓൾറെഡി ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട് 16.24 ആൻഡ് എച്ച് എല്ലിലെ മൊമെന്റ് നമുക്കറിയാം 17.676. നമുക്ക് കിട്ടേണ്ടത് എച്ച് ജി കോളത്തിലെ മൊമെന്റ് ആണ്. അതിനെ ഞാൻ എം എച്ച് ജി എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ആൻഡ് ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എം ഈക്വൽ ടു 0. ഇത് രണ്ട് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. സോ മൈനസ് 16.24 മൈനസ് 17.676. ഇത് ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ട് അസ്യൂം ചെയ്യാണ്. സോ പ്ലസ് എം എച്ച് ജി ഈക്വൽ ടു 0. എം എച്ച് ജിയുടെ വാല്യൂ എന്ത് തോന്നുന്നു? എച്ച് ജിയുടെ വാല്യൂ എത്ര വന്നു? പേര് വിളിക്കണോ എന്നെ? അഭിനവ് യെസ്. കിട്ടിയാ എം എച്ച് ജിയുടെ വാല്യൂ? എസ് ഡി ഒരു മിനിറ്റ് പറഞ്ഞു. എം എസ് ടി എന്ന് പറയുമ്പോൾ ഇപ്പം ബി മൊമെന്റ് വരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൂ. എം നോക്കിയിട്ടില്ല. എന്തോ ബി മൊമെന്റ് വരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോ ചെയ്യുന്നത് കോളം മൊമെന്റ് അല്ലേ? ഡി സിയിലെ കണ്ടുപിടിക്കുന്നത് കാണിച്ചില്ലേ? അതുപോലെ തന്നെ ഞാൻ എച്ച് ജിയിൽ പറഞ്ഞില്ലേ? ഓക്കെ 33.916 ആണോ? ഓക്കെ. സോ അത് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, സോറി ക്ലോക്ക് വൈസ് മൊമെന്റ്. ഞാനത് കൺസിഡർ ചെയ്തത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ട്. സോ അതിനെ ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. 33.916 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ. സിമിലർലി ജോയിന്റ് എൽ കൺസിഡർ ചെയ്താൽ നമുക്ക് എൽ കെ കോളം എൽ കെയിലെ മൊമെന്റിന്റെ വാല്യൂ കിട്ടും. അതുകൂടെ ചെയ്തിട്ട് കോളം എൽ കെയിലെ മൊമെന്റിന്റെ വാല്യൂ പെട്ടെന്ന് പറയൂ. എം എൽ കെ. എൽ കെയിലെ മൊമെന്റും എൽ പിയിലെ മൊമെന്റും ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ മൈനസ് 17.676 മൈനസ് 6.02 പ്ലസ് എം എൽ കെ ഈക്വൽ ടു 0. കോളം എൽ കെയിലെ മൊമെന്റിന്റെ വാല്യൂ അമൃത എത്ര വന്നു? എൽ കെയിലെ വാല്യൂ 23.69. ഓക്കെ. 23.696 മീറ്റർ. ഓക്കെ. ഇനി പി ഒയിലെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് പറയൂ. പി ഒയിലെ വാല്യൂ സ്പീഡിലോട്ടെ. അശ്വനി പി ഒയിലെ മൊമെന്റിന്റെ വാല്യൂ അറിയോ? കിട്ടിയോ? എത്ര വന്നു? ഏതാണ് കോളം പി ഒയിലെ മൊമെന്റിന്റെ വാല്യൂ? മിസ് ഞാനത് കണ്ടുപിടിക്കാണ്ട് അടുത്തത് ചെയ്തു പോയി. ഏതാ? ഞാൻ ജോയിന്റ് സി ആ ചെയ്തേക്കും.
അപ്പൊ സി ബിയിലെ മൊമെന്റ് എത്ര വന്നു? 48.68. 48.68. ബാക്കി ആരെങ്കിലും ഒക്കെ ചെയ്തോ സി ബിയിലെ വാല്യൂ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേ. ദെൻ പി ഒ അല്ലേ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോ? നാജ ഉണ്ടോ? നാജ, ഐഷാത്തു നാജ, ദിൽന പി ഒയിലെ മൊമെന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചോ? മിസ് ഒരു മിനിറ്റ്. ബാക്കിയുള്ളവർ ബാക്കി കോളത്തിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചോളൂ കേട്ടോ. 6.01. 6.01. ഓക്കെ. ഓക്കെ, ഇത് കണ്ടുപിടിച്ചോ? ജി എഫിലെ കണ്ടുപിടിച്ചോ ആരെങ്കിലും? കണ്ടുപിടിച്ചവര് പറഞ്ഞോളൂ കേട്ടോ വാല്യൂസ്. മിസ് MCB കണ്ടെത്തുന്നു ഒന്ന് കാണിച്ചു തരുമോ? എന്താ ക്ലിയർ ആയില്ല. കേൾക്കുന്നില്ലേ? മിസ് MCB കണ്ടെത്തുന്നു പറഞ്ഞു തരുമോന്ന് ജസ്റ്റ്. സി ബിയിലെ കണ്ടുപിടിച്ചത് പറയാനാണോ? ഓക്കെ, അതല്ലേ ചോദിച്ചത്? സി ബിയിലല്ലേ ചോദിച്ചത്? അതെ മിസ്. സി ബിയിലെ കണ്ടുപിടിക്കാനായിട്ട് ഏത് ജോയിന്റാ കൺസിഡർ ചെയ്യണ്ടേ? ഏത് ജോയിന്റ് എടുക്കാൻ? ജോയിന്റ് സി എടുത്തു. ജോയിന്റ് സിയിൽ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട്? ജോയിന്റ് സിയിൽ സി ഡി ഉണ്ട്, സി ജി ഉണ്ട് ആൻഡ് സി ബി ഉണ്ട്. ഓക്കെ, സി ഡിയിലെ മൊമെന്റിന്റെ വാല്യൂ നമുക്കറിയാം 16.24 ആൻഡ് നമുക്ക് കിട്ടേണ്ടത് സി ബിയിലത്തെ മൊമെന്റിന്റെ വാല്യൂ. സോ എം സി ബി ആൻഡ് സി ജിയിലെ ബി മൊമെന്റിന്റെ വാല്യൂ നമുക്കറിയാം 64.92. ഓക്കെ, ഇതൊരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഡി സിയിൽ ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് മൊമെന്റ്. ആൻഡ് ഇത് ബീം സി ജിയിലെ മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ നെഗറ്റീവ്. ഇനി ഞാനിതിന് സിഗ്മ എം ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. സോ 16.24 ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ, -64.92. Then MCB ഞാൻ കൺസിഡർ ചെയ്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ പ്ലസ് MCB ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യാം. അപ്പൊ വാല്യൂ എന്ത് വന്നു? ആരാന്ന് ചോദിച്ചത്? കിട്ടിയോ? MCBയുടെ വാല്യൂ എത്ര വന്നു? 48 കിട്ടി. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഇതേ മെത്തേഡ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ ബാക്കി വാല്യൂസ് എഴുതി തരുവാണ്. ബാക്കി ചെയ്തിട്ടുള്ളവർ ഞാൻ എഴുതുന്ന വാല്യൂസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പം പോയിന്റ് വല്ലതും വ്യത്യാസം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ഓക്കെ, എഴുതിയെടുക്കുമ്പോൾ വാല്യൂ മാറിപ്പോവരുത്. ഞാൻ റെഡ് കളറിൽ എഴുതുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ കോളം മൊമെന്റ്.
ഓക്കെ ആണോ? ഈ വാല്യൂസ് ഒക്കെ തന്നെയാണോ ചെയ്തിട്ടുള്ളവര്? ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഞാനിത് ഡിലീറ്റ് ഇത് ഇറേസ് ചെയ്യുവാണേ. ബാക്കി ഇത് എഴുതിയെടുത്ത് കഴിയുമ്പോൾ പറയണം. എഴുതിയെടുത്ത് കഴിഞ്ഞായിരുന്നോ? ഓക്കെ, നമുക്കിനി കോളം ഷിയർ കാണണം. ഇപ്പൊ നമ്മൾ കോളം മൊമെന്റ് കണ്ടുപിടിച്ചു. സോ കോളം മൊമെന്റ് യൂസ് ചെയ്ത് നമുക്ക് കോളം ഷിയർ കണ്ടുപിടിക്കാം. സോ കോളം ഷിയറിന് കോളം മൊമെന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. കോളം മൊമെന്റ് ഈക്വൽ ടു കോളം ഷിയർ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ കോളം ഡിവൈഡഡ് ബൈ 2. സോ ഇതിൽ നിന്ന് കോളം ഷിയറിന്റെ ഇക്വേഷൻ എനിക്ക് എഴുതാം. കോളം മൊമെന്റ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ കോളം. സോ പെട്ടെന്ന് ചെയ്യാം. ഇത് ഒത്തിരി ആയില്ല, ഇപ്പൊ നമ്മൾ ഇത് തന്നെ ചെയ്യുന്നു. സോ കോളം ഷിയർ ആദ്യത്തെ കോളം ഞാൻ ഡി സി കണ്ടുപിടിക്കാണ്. കോളം ഡി സി. സോ ഷിയർ ഇൻ കോളം ഡി സി ഈക്വൽ ടു കോളം മൊമെന്റ് എം ഡി സി ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ കോളം. എല്ലാ കോളത്തിന്റെ ഹൈറ്റ് 4 മീറ്റർ ആണ്. സോ ഡിവൈഡഡ് ബൈ 4. എം ഡി സിയുടെ വാല്യൂ എത്രയാ? 16.24 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4. വി ഡി സിയുടെ വാല്യൂ എത്ര വന്നു? പെട്ടെന്ന് ചെയ്തിട്ട് പറയൂ. ഓക്കെ, ദെൻ വി ഡി സി കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് എച്ച് ജി ഷിയർ ഇൻ കോളം എച്ച് ജി ഈക്വൽ ടു moment in column HG into 2 divided by height of the column equal to 4. MHG യുടെ വാല്യൂ 33.916 into 2 divided by 4. എത്രയാ ഷിയറിന്റെ വാല്യൂ? റിനിലുണ്ടോ? റിനിൽ ണ്ടോ? ഇന്ന് വാല്യൂ കിട്ടിയോ? ഇല്ല ചെയ്യട്ടെ. എച്ച് ജി ചെയ്തിട്ട് പറയും. വേഗാവട്ടെ. ബാക്കിയുള്ളവര് ബാക്കി ചെയ്തോളൂ കേട്ടോ. എച്ച് ജി ദെൻ 16.95. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ വി എൽ കെയിലെ വാല്യൂ എം എൽ കെ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4. എൽ കെയിലെ മൊമെന്റിന്റെ വാല്യൂ എത്രയാ? 23.696 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4. ചെയ്തിട്ട് ഉത്തരം പറഞ്ഞോളാം. വി പി യുടെ വാല്യൂ ഇതുപോലെ ചെയ്തിട്ട് ഇനി ആൻസർ മാത്രം പറഞ്ഞാൽ മതി. സ്റ്റെപ്പ് നിങ്ങളുടെ ഉണ്ടാവണം. സ്പീഡിലാവട്ടെ. സായന്തില്ലേ? പറയൂ, ചെയ്തിട്ട് പറയൂ. വി എൽ കെയുടെ വാല്യൂ 11.848. ഓക്കെ. ശിവപ്രിയ വി എ പി എത്ര വന്നു? ശിവപ്രിയ ഇല്ല. മിസ്സേ ചെയ്യുന്നത്രേ. വേഗോട്ടെ.
കിട്ടിയില്ല? ഈ പിയുടെ വാല്യൂ കിട്ടിയ ആരെങ്കിലും പറയോ വാല്യൂ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 3.0. ഓക്കെ, 3.01 കിലോനോട്ട്. ബാക്കി ചെയ്തോളൂ കേട്ടോ. ബാക്കി കോളത്തിന്റെ എന്തായാലും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ബാക്കി കാണാം നമുക്ക്. ഇപ്പൊ നമുക്ക് കോളം ഷിയറിന്റെ വാല്യൂസ് കിട്ടി. അത് ഞാൻ എടുത്തു വരയ്ക്കാം. ഇത് കഴിഞ്ഞില്ല? എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഈ കിട്ടിയിട്ടുള്ള കോളം ഷെയറുകളെല്ലാം എടുത്തു വരയ്ക്കാണ്. വാല്യൂസിലോ പോയിന്റിലോ ഒക്കെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയണം കേട്ടോ. അത് എല്ലാവർക്കും തന്നെ കറക്ഷൻ വേണ്ടി വരുന്നതല്ലേ. ഓക്കെ, സോ എല്ലാ കോളത്തിലെയും ഷിയറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ലാസ്റ്റ് ഒരു വാല്യൂ കൂടി ഉണ്ട്, ആക്സിയൽ ഫോഴ്സ് ഇൻ ബീം. സോ ആക്സിയൽ ഫോഴ്സ് ഇൻ ബീം കാണാനായിട്ട് നമ്മൾ പോർട്ടൽ മെത്തേഡിൽ യൂസ് ചെയ്തില്ല, സെയിം മെത്തേഡ് തന്നെ. ഹൊറിസോണ്ടൽ ഫോഴ്സ് കൺസിഡർ ചെയ്യുക, കോളത്തില് ഷിയറിന്റെ വാല്യൂ കൺസിഡർ ചെയ്യുക. ദെൻ ഇപ്പൊ എനിക്ക് ഡി എച്ച് എന്ന് പറയുന്ന ബീമിലെ ആക്സിയൽ ഫോഴ്സ് കാണാനായിട്ട് ഇത്രയും പോർഷൻ ഞാൻ കൺസിഡർ ചെയ്യും. അതായത് ബീമിന്റെ മിഡ് പോയിന്റ് തൊട്ട് കോളത്തിന്റെ മിഡ് പോയിന്റ് വരെ. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെയും സം എടുക്കുകയാണ്. സോ ഞാൻ ആദ്യത്തെ ഡി എച്ച് കണ്ടുപിടിക്കാനായിട്ട് ഡി എച്ച്, ഇത് കോളം ഡി സി. സോ ഇവിടുത്തെ മിഡ് പോയിന്റ്, ഇതാണ് മിഡ് പോയിന്റ്, അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കേട്ടോ. കോളം ഡി സിയിൽ മിഡ് പോയിന്റിന്റെ മുകളിലായിട്ട് ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഷിയർ 8.12 ലെഫ്റ്റ് സൈഡിലേക്ക്. ദെൻ ജോയിന്റ് ഡിയിൽ റൈറ്റിലേക്ക് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് 40 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടേണ്ടത് ബീമിലെ ആക്സിയൽ ഫോഴ്സ്. ആക്സിയൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെയാണ് അസ്യൂം ചെയ്യാണ്. അപ്പൊ എനിക്ക് കിട്ടേണ്ട ആക്സിയൽ ഫോഴ്സിനെ ഞാൻ എഫ് ഡി എച്ച് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെൻ സിഗ്മ എച്ച് ഈക്വൽ ടു 0 ആ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നു. സോ പ്ലസ് 40, 8.12 ലെഫ്റ്റ് സൈഡിലേക്ക്, സോ മൈനസ് 8.12. എഫ് ഡി എച്ചിന്റെ വാല്യൂ കിട്ടണം. എഫ് ഡി എച്ചിനെ കൺസിഡർ ചെയ്ത് റൈറ്റ് സൈഡിലേക്ക്, സോ പ്ലസ് എഫ് ഡി എച്ച് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എഫ് ഡി എച്ചിന്റെ വാല്യൂ എനിക്ക് കിട്ടും 31.88 മൈനസ് 31.88 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ശരിയല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ വാല്യൂ?
ഓക്കെ അല്ലേ? അതായത് ഞാൻ എടുത്ത ഈ ഒരു ഡയറക്ഷനിലല്ല ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, നെഗറ്റീവ് അല്ലേ എനിക്ക് ഡയറക്ഷൻ കിട്ടിയത്. സോ അതിനെ എടുത്ത് വരയ്ക്കുമ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്ത ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കാണ്, ബട്ട് എനിക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് ആണ്, അതായത് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇതുപോലെ വരും. ആൻഡ് ഇതിന്റെ വാല്യൂ 31.88 kilonewton. സിമിലർലി അടുത്ത ബീം എച്ച് എൽ കണ്ടുപിടിക്കാൻ, എച്ച് എല്ലിലെ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ജോയിന്റ് എച്ച് കൺസിഡർ ചെയ്യാണ്. ജോയിന്റ് എച്ച് കൺസിഡർ ചെയ്തിട്ട് ഈ ഡി എച്ചിന്റെ മിഡ് പോയിന്റ് തൊട്ട് ഈ ഒരു കോളത്തിന്റെ മിഡ് പോയിന്റ് തൊട്ട് ഇത്രയും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. അതവിടെ എടുത്ത് വരയ്ക്കാം. ഇത് എച്ച്. ഇവിടെ ഒരു ഷിയർ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന ഷിയറിന്റെ വാല്യൂ 16.958. ഇവിടെ നമുക്ക് ബീം ഡി എച്ചില് ആക്സിയൽ ഫോഴ്സിന്റെ വാല്യൂ കിട്ടി. അത് റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നു. അതായത് ഈ മിഡ് പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്ക്. സോ 31.8. നമുക്ക് കിട്ടേണ്ടത് ബീം എച്ച് എല്ലില് ആക്സിയൽ ഫോഴ്സ്. സോ അതിനെ ഞാൻ എഫ് എച്ച് എൽ എന്ന് വിളിക്കുകയാണ്. ദെൻ സിഗ്മ എച്ച് ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് പ്ലസ് 31.88. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക്. സോ മൈനസ് 16.958. ഇത് റൈറ്റ് സൈഡിലേക്ക്. സോ പ്ലസ് എഫ് എച്ച് എൽ ഈക്വൽ ടു 0. ദെൻ എഫ് എച്ച് എല്ലിന്റെ വാല്യൂ എന്ത് വന്നു? എഫ് എച്ച് എല്ലിന്റെ വാല്യൂ മൈനസ് 14.922. ഇതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. സോ ഈ ഒരു ഡയറക്ഷനിലല്ല, നെഗറ്റീവ് ആണ് ആൻസർ വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ച്വലി ഫോഴ്സ് ആക്ട് ചെയ്യുക, ഇതുപോലെ. അതിന്റെ വാല്യൂ 14.922. ടൈം കഴിഞ്ഞു അല്ലേ? ഇതിപ്പോ മനസ്സിലായില്ലേ കണ്ടുപിടിക്കുന്നത്? മനസ്സിലായില്ലേ? മനസ്സിലായോ? സീലിംഗ് കൂടി ഒന്ന് പറയാം. ഈ സീലേം കൂടെ. ഓക്കെ, സീല കണ്ടുപിടിക്കാനായിട്ട് ഞാൻ സി ഡി എടുത്തു, സി ജി ആൻഡ് സി ബി. ഇതിന്റെ മിഡ് പോയിന്റ് തൊട്ട് ഈ മിഡ് പോയിന്റ് തൊട്ട് ഇവിടം വരെ. ഓക്കെ, ആൻഡ് ഇതിന്റെ മിഡ് പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ബോട്ടം പോർഷനിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വാല്യൂ 8.12. ആൻഡ് ഇതിന്റെ ബോട്ടം പോർഷനിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 24.358. ഇത് കൂടാതെ ഇവിടെ ഒരു 80 kilonewton ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അതിനെ കൂടെ കൺസിഡർ ചെയ്യാം. ദെൻ ഇത് ജോയിന്റ് സി, ടി, ജി ആൻഡ് ബി. സോ എനിക്ക് കിട്ടേണ്ടത് എഫ് സി ജി ആണ്. ഇനി ഇവിടുത്തെ സിഗ്മ എച്ച് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യാം. സോ ഇത് റൈറ്റ് സൈഡിലേക്ക് പ്ലസ് 8.12, ഇത് റൈറ്റ് സൈഡിലേക്ക് പ്ലസ് 80, താഴത്തത് ലെഫ്റ്റ് സൈഡിലേക്ക്. സോ മൈനസ് 24.358. ഇതും പ്ലസ് ആണ്. എഫ് സി ജി ഈക്വൽ ടു 0. എഫ് സി ജിയുടെ വാല്യൂ കിട്ടുക മൈനസ് 63.762 kilonewton. ഓക്കെ, അതായത് നെഗറ്റീവ് ആണ്. സോ അതിന്റെ വാല്യൂ ഇതെടുത്ത് എഴുതുമ്പോൾ 63.762. ഓക്കെ ആണോ? ചോദിച്ചതാരാ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ബാക്കി എല്ലാ ബീമിലെ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പൊ ടൈം കഴിഞ്ഞില്ലേ? ലീവ് ചെയ്തോളൂ. എഴുതിയെടുത്തോളൂ കേട്ടോ. എഴുതിയെടുത്തിട്ട് ലീവ് ചെയ്തോളൂ.
ഹലോ മിസ്. ഓ എഴുതി കഴിഞ്ഞില്ലായിരുന്നോ? മിസ് അറ്റൻഡൻസ് എടുത്തു. ഇല്ല, അറ്റൻഡൻസ് എടുത്തില്ല. അതെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും തന്നെ ലെഫ്റ്റ് ആയല്ലോ. ഓക്കെ. അല്ല ഒന്നുമില്ല. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ലേറ്റ് പോയിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കയറുമ്പോൾ. അതുകൊണ്ട് ഓക്കെ.